ഹായ് ഓൾ, എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപിൻ നൂർദീൻ. സെക്രട്ടറി ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷന് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെന്ന് പരിശോധിക്കാം. സെക്രട്ടറി ടെസ്റ്റിന്റെ വിജ്ഞാപനം ഡിസംബർ 31 പ്രസിദ്ധീകരിക്കപ്പെടും. അപ്പോൾ ഇനി ഏതാനും നാളുകൾ കൂടി നിങ്ങൾ കാത്തിരുന്നാൽ മതി, അല്ലേ? അപ്പോൾ ഈ ഒരു സ്വപ്ന ജോലിക്കായിട്ടുള്ള കാത്തിരിപ്പിന് വിരാമമിടുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 31 പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ പുത്തൻ സിലബസും കൂടി PSC കൊണ്ടുവരുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് നേരത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സിലബസ് പ്രകാരം മാറ്റങ്ങൾക്കനുസരിച്ച് പഠിച്ചു പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് പരീക്ഷയാണ്. പ്രിലിമിനറി 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് പരീക്ഷ. മെയിൻസ് ആണെങ്കിൽ 2 പേപ്പറുണ്ട്. ഓരോ പേപ്പറിലും 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. കൂടാതെ ഇൻ്റർവ്യൂവും സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് ഇത്തവണ കൊണ്ടുവരുന്നുണ്ട്, അല്ലേ? ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പ്രായപരിധി പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും, അല്ലേ? തസ്തികയുടെ പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഓഡിറ്റർ, PSC പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ്. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 27,800 മുതൽ 59,400. അത് പഴയ ശമ്പള സ്കെയിലാണ്. ഇപ്പോൾ 39,000-ന് മേലെയാണ് ശമ്പള സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നെങ്കിലും കഴിഞ്ഞ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും 419 പേരെ ഇതിനോടകം നിയമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2027-ലൊക്കെ ഒരു മാസ് റിട്ടയർമെൻ്റ് ആണ് കേരള സർവീസിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 500-ലധികം വേക്കൻസികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 500-ലധികം വേക്കൻസികൾ, അല്ലെ? അതിൽ കൂടുതൽ അമിത പ്രതീക്ഷയോടുകൂടി 1000 വേക്കൻസികൾ എന്നൊക്കെ എവിടെയൊക്കെയോ കണ്ടു. അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ 500-ലധികം വേക്കൻസികൾ പ്രതീക്ഷിക്കാവുന്ന ഇനി ഏറ്റവും നല്ല സൂപ്പർ ഗ്ലാമർ തസ്തികയായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷാ വിജ്ഞാപനമാണ് ഡിസംബർ 31 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇത്തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഈ നോട്ടിഫിക്കേഷനോടൊപ്പം ഏറ്റവും പുതിയ സിലബസ്, മാറി വരുന്ന പുത്തൻ സിലബസ് കൂടി വരുന്നുണ്ട്. അല്ല, നമുക്ക് കിട്ടിയ സൂചന പ്രകാരം പേപ്പർ 1, പേപ്പർ 2 മെയിൻസ് ആണല്ലോ. പേപ്പർ 1 പ്രിലിമിനറിയുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ്. പേപ്പർ 2 എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അഡ്മിനിസ്ട്രേഷൻ അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇ ഗവർണൻസ്, എക്കണോമിക്സ്, ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നല്ലൊരു ഭാഗമൊക്കെ അവിടെ വരുന്നുണ്ട്. സോ പേപ്പർ 2-ൽ നമ്മൾ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എം ഫേവർ ലേണിംഗ് ആപ്പിൽ ആരംഭിക്കുന്ന ഏറ്റവും പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഫീസിൽ 50% ഇളവ് അഥവാ ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നുണ്ട്. ഇതിനോടകം കേരള ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. 4 ബാച്ചുകളാണ് ഇതിനോടകം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്രമാത്രം കോമ്പറ്റേറ്റീവ് മൈൻഡോടുകൂടി ഇതിനെയൊക്കെ വീക്ഷിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലേ? അപ്പോൾ പ്രിലിമിനറി പരീക്ഷ തീയതി സംബന്ധിച്ച് ഒന്നും തന്നെ വ്യക്തമല്ല എങ്കിൽ കൂടിയിട്ടും സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ എക്സാം ഡേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിച്ചു തുടങ്ങി പ്രിലിമിനറി നല്ല രീതിയിൽ പാസ്സായി മെയിൻസിന് വേണ്ടി പോയി കഴിഞ്ഞാൽ, അതായത് പ്രിലിമിനറി പാസ്സായി അധികം താമസിയാതെ തന്നെ ഇപ്പോൾ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് ഇതേപോലെ തന്നെ 3-4 മാസത്തിനുള്ളിൽ തന്നെ മെയിൻസ് പരീക്ഷയും വരികയാണ്. പല ഉദ്യോഗാർത്ഥികളും പ്രിലിമിനറി കഴിഞ്ഞ് പാസ്സാകുമോ ഇല്ലയോ എന്ന് കണ്ട് അറിഞ്ഞതിന് ശേഷം മെയിൻസിന് നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കാറുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുന്ന പലർക്കും റിസൾട്ട് വരുമ്പോൾ അവരുടെ നമ്പറും ഈ പറയുന്ന
ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് വരുന്ന ആ സാഹചര്യത്തിൽ മെയിൻസിന് വേണ്ടി പഠിക്കാമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ പഠിച്ചു തീർക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓടിയെത്താൻ സാധിക്കാതെ പോകുന്ന പല സന്ദർഭങ്ങളും ഈ കഴിഞ്ഞ പരീക്ഷകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി LSTD സെക്രട്ടറി പരീക്ഷയ്ക്കും പല ഉദ്യോഗാർത്ഥികളും അത് അനുഭവിച്ചറിഞ്ഞതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തുടക്കത്തിലോ ഒടുക്കത്തിലോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് M-Favor ലേണിംഗ് ആപ്പിൽ ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഇതൊരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. പ്രിലിമിനറിക്കും മെയിൻസിനും കൂടെ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആദ്യമേ തന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചാണ് പോകുന്നത്. അതേസമയം ആ പറയുന്ന കാര്യങ്ങൾ പ്രിലിമിനറിക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ആണ് അതിനെ നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന യാതൊരുവിധ ഹെവി ലോഡും ഇല്ലാതെ, ഓക്കെ, മനസ്സിലായിക്കൊള്ളണം, ബേസിക് മുതൽ അഡ്വാൻസ് സ്റ്റേജ് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ആയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരികയും ചെയ്യുമെന്നുള്ള ഉറപ്പും വാഗ്ദാനവും നമ്മൾ നിങ്ങൾക്ക് നൽകുകയാണ്. 100% റാങ്ക് ഗ്യാരണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നൽകുന്ന പരീക്ഷാ ചോദ്യങ്ങൾ, നമ്മൾ നൽകുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായിട്ടും റാങ്ക് ഫെയിലുകളും മറ്റ് സ്ട്രെസ്സുകൾ നൽകുന്ന സോഴ്സസ് മാറ്റിവെച്ച് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന UPSC മോഡൽ കേരള PSC സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ച് കൃത്യമായി മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഒരു ചിട്ടയായ പഠന രീതിയിലൂടെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഗൈഡൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പാരൻസിയും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് എടുത്ത് നിങ്ങൾ ആ വഴിക്ക് ഓടുക എന്നുള്ളതല്ല, നമ്മളോടൊപ്പം പിടിച്ചു നിർത്തി തന്നെ പഠിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മൾ പറയുന്ന 100% റാങ്ക് ഗ്യാരണ്ടി ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെക്കാൾ ഒരു പടി കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. മാത്രമല്ല നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാം. എക്സാം എന്ന് വരെയാണോ അതുവരേക്കും അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്ററുമായിട്ട് ഏത് സമയത്തും ഒരു 1 സ്റ്റെപ്പ് ക്ലിക്കിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും. നിങ്ങൾക്ക് മോട്ടിവേഷനും ഗൈഡൻസും എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ എല്ലാ രീതിയിലും അല്ലെ ഒരു മനുഷ്യന് സാധിക്കാവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാക്സിമം ഒരു വലിയൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ദയവ് ചെയ്ത് മറ്റ് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാതിരിക്കുക. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ളതെല്ലാം ഉണ്ട്. ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരത്തില്ല എന്നുള്ള 100% റാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്നുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ദയവായി ഈ ഒരു കോഴ്സിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മറ്റ് കാര്യങ്ങൾ വാരി വലിച്ച് പഠിച്ച് സ്ട്രെസ് എടുക്കാതെ, ആദ്യമേ നമ്മൾ ഇത് ഒരു എക്സാമാണ്, ഇതൊരു ഗെയിമാണ്, ഇതൊരു ഒരു മൈൻഡ് ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ മെൻ്റലി നമ്മൾ നമ്മുടെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് ശരിക്കും നമ്മൾ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ടെൻഷനും എല്ലാം കുറച്ച് കൊണ്ടുവന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അത് നല്ല വൃത്തിക്ക് എക്സാം ഹാളിൽ ഇരുന്ന് എഴുതി എടുക്കുകയും വേണം. അതുവരെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ 4ഉം 5ഉം വോളിയമുള്ള 2000-ഉം 3000-ഉം പേജുകളുള്ള ഈ റാങ്ക് ഫയലുകളൊക്കെ പഠിച്ച് നിങ്ങൾ പ്രാന്തെടുത്ത് അല്ലെങ്കിൽ ആദ്യത്തെ 2 ആഴ്ച പഠിക്കും, പിന്നെ അങ്ങോട്ട് തീരത്തില്ല. ആവശ്യമുള്ളത് ഇല്ലാത്തതെന്ന് തിരിച്ചറിയാൻ തന്നെ നിങ്ങൾ വർഷം 2-3 എടുക്കും. അപ്പോഴേക്കും ഈ പറയുന്ന റിസൾട്ടും വരും. 10-100 പേരെ പരീക്ഷയ്ക്ക് നിയമിക്കുകയും ചെയ്യും അല്ല, ഈ ഒരു തസ്തികയിലേക്ക് നിയമിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കൊരു ഷോർട്ട് പീരീഡ് ആണുള്ളത്. ഈ പീരീഡിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കാമെന്നുള്ളതാണ്. നമുക്ക് 2-3 വർഷം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, റാങ്ക് ഫെയിൽ ചുമ്മാ കുത്തിയിരുന്ന് അങ്ങ് പഠിച്ചു പോവാം. പക്ഷെ ഒരു ഷോർട്ട് പീരീഡിൽ അതും എക്സാം ഓറിയന്റഡ് ആയിട്ട് അതും ഏറ്റവും പുതിയ പാറ്റേൺ പ്രകാരം പുതിയ സിലബസ് നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ചിട്ടയായ രീതിയുണ്ട്. ആ രീതി നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ആവിഷ്കരിച്ച രീതിയിലൂടെ നിങ്ങൾക്ക് ജയിച്ചു വരാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാവുന്നതാണ്. Thank you so much.